പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ 61 റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 114 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ഹർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും 2 വീതം വിക്കറ്റുകളാണ് നേടിയത്. ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാന് ടീം ഇന്ത്യക്ക് മേലൊരു സമ്മർദ്ദമുയർത്താനായി സാധിച്ചിരുന്നില്ല. സ്പിൻ ബോളിംഗ് കൊണ്ട് തങ്ങളെ ആക്രമിച്ച പാകിസ്ഥാനെതിരെ ഹർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും പവർ പ്ലേ ഓവറുകളിൽ അക്രമ ബോളിംഗുമായി കളം നിറയുകയായിരുന്നു. പവർ പ്ലേക്കുള്ളിൽ തന്നെ ആദ്യ 4 വിക്കറ്റുകൾ പാകിസ്ഥാന് നഷ്ടമായിരുന്നു. ശേഷം വിക്കറ്റ് കീപ്പർ ബാറ്റർ ഉസ്മാൻ ഖാൻ മാത്രമാണ് പാക് നിരയിൽ അല്പമെങ്കിലും ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നത്. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണതോടുകൂടി 61 റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. മത്സരശേഷം തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ പ്രകടനം വിലയിരുത്തപ്പെടേണ്ടതായി തന്നെയുണ്ട്. ഇതിൽ തിലക് വർമ്മ ഫോം കണ്ടെത്താനായി വിഷമിക്കുന്നത് തീർച്ചയായിട്ടും ടീം ഇന്ത്യയെ സംബന്ധിച്ച് തലവേദനയായി മാറുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം സൂപ്പർ 8ലേക്ക് ടീം ഇന്ത്യ ഇന്നത്തെ മത്സരത്തോടു കൂടി ഏറെക്കുറെ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. 3 മത്സരങ്ങളിൽ 3 വിജയിച്ചുകൊണ്ട് 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ടീം ഇന്ത്യ. USA, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് 2, 3 സ്ഥാനങ്ങളിൽ 4 പോയിന്റുമായിട്ടുള്ളത്. നിലവിൽ ഈ ഗ്രൂപ്പിൽ നിന്നും സൂപ്പർ 8 ഉറപ്പിച്ച ഒരേയൊരു ടീം ഇന്ത്യയാണ്. എന്നാൽ സൂപ്പർ 8ലേക്ക് എത്തുമ്പോൾ ടീം ഇന്ത്യയെ സംബന്ധിച്ച് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നിലുണ്ട്. ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്ക് ഇതുവരെയും ഒരു റൺസ് പോലും ഈ ലോകകപ്പിൽ നേടാനായി സാധിച്ചിട്ടില്ല. ആദ്യ മത്സരത്തിൽ ഗോൾഡൻ ഡക്കായി അദ്ദേഹം മടങ്ങിയെങ്കിൽ 2-ാം മത്സരം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. ഇന്ന് 3-ാം മത്സരത്തിൽ പാകിസ്ഥാനെതിരെയും ഡക്കായാണ് അഭിഷേക് മടങ്ങിയത്. അതേപോലെ തിലക് വർമ്മയുടെ ബാറ്റിംഗ് പ്രകടനമാണ് ടീം ഇന്ത്യയെ കുഴയ്ക്കുന്ന മറ്റൊരു കാര്യം. 3 മത്സരങ്ങളിലും 20-ന് മേലെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായി സാധിച്ചിട്ടുണ്ടെങ്കിലും സ്ട്രൈക്ക് റേറ്റ് വെറും 100-ന് മാത്രം അടുത്താണ്. ഇന്ന് അദ്ദേഹം 24 പന്തുകളിൽ നിന്നാണ് 25 റൺസ് നേടിയത്. കഴിഞ്ഞ മത്സരത്തിലും ആദ്യത്തെ മത്സരത്തിലും സമാനമായ രീതിയിൽ തന്നെ സ്ലോ ബാറ്റിംഗിലായാണ് തിലക് വർമ്മ കാണപ്പെട്ടത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഫീൽഡിങ്ങിലും ഡ്രോപ്പ് ക്യാച്ചുകൾ ഉൾപ്പെടെ എടുത്തു പറയേണ്ട കാര്യമായി തന്നെ വന്നിട്ടുണ്ട്. അതിവേഗത്തിൽ ടീമിന് റൺസ് കണ്ടെത്തേണ്ട സാഹചര്യമുള്ളതിനാൽ തന്നെ തിലകിനേക്കാൾ ഉപരി ഇവിടെ സഞ്ജു സാംസന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. നമീബിയക്കെതിരെ വെറും 8 പന്തുകളിൽ നിന്നാണ് സഞ്ജു 22 റൺസ് നേടിയത്. T20യിൽ സ്റ്റാൻഡിങ്ങിനൊപ്പം തന്നെ റൺസ് ഉയർത്താനുള്ള കഴിവും ബാറ്റർമാർക്ക് ആവശ്യമാണ് എന്നും ഇതിലൂന്നിയുള്ള ഒരു ടീം സെലക്ഷൻ തന്നെ വരും മത്സരങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയും കോച്ച് റിയാൻ ടെൻ ടോഷാറ്റെ പറഞ്ഞിരുന്നു. ടീം ഇന്ത്യയെ സംബന്ധിച്ച് നെതർലാൻഡിനെതിരെയാണ് അടുത്ത മത്സരം വരാനായിരിക്കുന്നത്.